എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഷാലൂസിന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് അധികമൊന്നും കാണാറില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ കൂടെ കണ്ടിട്ടുള്ളൂ. സംഭവം ആദ്യമൊക്കെ പറമ്പിലുണ്ടായി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിൽക്കണമെന്നും കുറേ സ്ഥലത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ആലുവയിലേക്ക് പോയപ്പോൾ ആലുവയ്ക്ക് പോയി വരുമ്പോഴേക്ക് ഞാൻ വാങ്ങിക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ സാധനം നമ്മളെ പരിചയപ്പെടുത്താം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് അയിനിച്ചക്ക. അയിനിച്ചക്ക അതാണ് സംഭവം. അപ്പോൾ അയിനിച്ചക്ക ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കണ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടാണ്. അപ്പോൾ അയിനിച്ചക്ക കാണാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം മണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചിന് അതിൻ്റെ ഉള്ളിൽ എന്തൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല. കാരണം അയിനിച്ചക്ക കഴിച്ചിട്ടില്ല. സംഭവം വേറെ പറമ്പിലൊക്കെ ചെറുപ്പത്തിലുണ്ടായി കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റ പറമ്പിലും കാണാനില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് ഇറങ്ങി കിടക്കാൻ പോണേ. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. മിന്നിന് ഇഷ്ടമുള്ളത് ഇതാണ് സാധനം. അപ്പൊ മിന്നൂസാണ് പൊളിക്കാൻ പോണ കേട്ടാ. മിന്നൂസാണ് പൊളിക്കാൻ ഇഷ്ടം. ഇതണ്ടാ നല്ല വിടർത്തത്. ആഹാ ഒരിഞ്ഞു ഇങ്ങനെയൊക്കെയാ ചെറിയ ചോള കേട്ടാ. രസമായിട്ടില്ലേ സാധനം? ഞാൻ കുറേ നാളായി തപ്പി കിടക്കുന്നത്. പക്ഷേ എനിക്ക് ആലുവയിലേക്ക് ബലിയിടാൻ പോയപ്പോഴാണ് ഈ സാധനം. ആലുവയിലല്ല, അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു കണ്ടത്. ആലുവയിൽ കണ്ടില്ല. എന്നിട്ട് റോഡിൽ ഇരുന്ന് കിട്ടിയാണ് ഇത്. സംഭവം കിലോ 280 രൂപയാണ് വില കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും വിൽക്കണമെങ്കിൽ അവിടെ എത്ര എനിക്കറിയില്ല. ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലാവും. ഇത് ഞാൻ വാങ്ങി കേട്ടാ. ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാവും. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മഞ്ഞ. ഒരു ചോള എടുത്ത് കാണിച്ചു തരാടാ. നോക്കിയേ, ഒരു ചോള. ഇതാണ് ഒരു ചോള. കാണാനുണ്ടേ, അത് കാണാണ്ട. ചെറിയ ചോളയാണ്. പക്ഷേ ടേസ്റ്റ് നോക്കട്ടാ. അതെ, സാധാ ചക്ക കഴിക്കുന്ന മാതിരില്ല, വേറൊരു ടേസ്റ്റ് ഇട്ടാ. നമ്മള് പുളിമിഠായി കഴിക്കാറില്ലേ? പുളിമിഠായിന് അത്ര ഉള്ള സാധനം. പക്ഷേ പുളി, മധുരം, പിന്നെ സാധാ ചക്കച്ചോള കഴിക്കുന്ന മാതിരി ചക്കച്ചോളയായിട്ട് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ വായിലിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അരിഞ്ഞു വരുന്ന സിസ്റ്റം. സംഭവം അടിപൊളി ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു വലയാന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ സാധനം. ഗോരികായർ എത്ര ഉള്ളോ? ഗോരികായർ എത്ര ഉള്ളോ കേട്ടോ സാധനം. ചോളത്തിന് വലിപ്പുണ്ട്. കുരു അയിനിച്ചക്കര കുരു നട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഞങ്ങള് ഈ കുരു നട്ട് നോക്കാം. സമയം ചെറുതാണ്, ഉണ്ടായി നല്ലതാണ്. കാരണം ഇത്ര വിലയുള്ളതല്ലേ. എത്ര നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടിട്ടുണ്ടായി കഴിഞ്ഞാൽ വേറെ രസമായിട്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാനും കുഴപ്പമില്ല കേട്ടോ. അത് മൊത്തം ഒന്ന് കാണിച്ചു, മൊത്തം ഒന്ന് ഇടർത്തത്. ശരിക്കിങ്ങനെ എല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ മുന്തിരിക്കൊല പോലെ അടിപൊളിയിടാ. ഇനി ആരെങ്കിലും അല്ല കുരു ആരെങ്കിലും ഇതൊക്കെ വഴിയിൽ വെച്ച് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പൈസ നോക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല വിറ്റാമിൻ സാധനമാണ്. അപ്പോൾ ഇനി ആകപ്പാടെ കുറച്ച് നാളും കൂടി ജീവിച്ചിരിക്കുള്ളൂ. ഞാനല്ല, ഇപ്പം ഞാനായാലും വേറെ ആൾക്കാരായാലും. പക്ഷേ ഇപ്പം അസുഖങ്ങളൊക്കെ കൂടുതലായ കാരണം വിറ്റാമിനുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുക, ഫ്രഷ് ജ്യൂസുകൾ വാങ്ങി കഴിക്കുക. ഇപ്പം ചൂട് കൂടുതലല്ലേ, അപ്പോൾ ഈ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ വാങ്ങി കഴിക്കുക. പിന്നെ ഇതൊക്കെ കിട്ടാത്ത സാധനങ്ങൾ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പൈസ നോക്കണ്ട, അതുകൊണ്ട് വാങ്ങാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരീരത്തിന് അത്രയും നല്ലതാണ്. അതിനുണ്ട് മുന്തിരിക്കൊല മാതിരി ഉണ്ടല്ലേ എടാ. ജാതി രസമുണ്ട്. കൂഞ്ഞുമ്പൊന്ന് വീഴും. ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കണം കേട്ടോ. അത് എടാ ഇതിന്ന് പറഞ്ഞാൽ ഉരിഞ്ഞ് കഴിക്കില്ല. കുരു കളയണ്ട. നോക്കിയേ, ഒരെണ്ണട്ടാ.
എല്ലാം അങ്ങനെ തന്നെ നമ്മുടെ സാധാ ചക്ക പോലെ തന്നെ പക്ഷെ അത് ഇത്തിരി സാജക്ക സെറ്റപ്പ് തന്നെ. പക്ഷെ ഞാൻ ഈ സംഭവം വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ എവിടെ നിന്ന് കിട്ടാൻ ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് ഈ സാധനം ഓർഡർ ചെയ്ത് വെക്കണുണ്ട്. പക്ഷെ ഞാൻ ഇത്ര കാലമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ കൺമുന്നിൽ കണ്ടാണ് ഞാൻ അപ്പോഴും വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ. പക്ഷെ ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വെച്ചു. നിങ്ങളും കണ്ടിട്ടുണ്ടാകും പല വീഡിയോയിലും കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീഡിയോയിൽ ഈ സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും വാങ്ങടിക്കരുത് കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമായിന്. ഇപ്പോൾ വേറെ ചക്കര എത്ര എന്ന് പറഞ്ഞാൽ ചക്ക പല ടേസ്റ്റുകൾ പല സാധനങ്ങൾ പല ടേസ്റ്റാണ്. ഇത് ചക്കയാണെങ്കിലും ഇതൊരു പുളി ഒരു മധുരം അങ്ങനെയുള്ള സെറ്റപ്പാണ്. ചക്കയിലെ പല ടേസ്റ്റുള്ള ചക്കയില്ലേ അതേമാതിരി. പക്ഷെ കാണാൻ രസമുണ്ട് കേട്ടോ. പക്ഷെ ഇത് പഴുപ്പ് ഇത്തിരി കൂടുതലാണ് കേട്ടാ. പഴുപ്പ് ഇത്തിരി കുറവുള്ളതെന്ന് വെച്ചാൽ നല്ല ഭംഗിയിൽ ഒന്നുകൂടി കാണാം. ഇത് പഴുപ്പ് കൂടി. പിന്നെ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടാണെന്നുകൊണ്ട് അതിൻ്റെ ഒരു ചൂട് കൂടി അടിച്ചപ്പോൾ ഇത്തിരി കൂടി ഇതായിന്. അല്ലെങ്കിൽ ഇതിനും നല്ല ഭംഗി ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് 2 വീലറിൻ്റെ ഉള്ളിലല്ലേ അവിടെ ദൂരത്തിന് ഓടിച്ചു വരുമ്പോൾ ചൂടായിട്ട് ആവാൻ വഴി ഉണ്ട്. അങ്ങനെ ആയിരിക്കണം. എന്നാലും കഴിക്കാൻ ടൈമുണ്ട്. വാങ്ങിക്കൊണ്ടു ഫ്രിഡ്ജിൽ വെച്ച് കാരണം അപ്പോൾ ഒരു തണവും കൂടി ആയിപ്പോൾ നല്ല മണം ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. കൊതിയാവുണ്ടെങ്കിൽ വേഗം പോയി ഇത് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങി കഴിച്ചോ. ഇത് ബൈപ്പാസുകളിലാണ് ഇപ്പോൾ വിൽക്കാരിക്കണ കാണുന്നത്. മറ്റേ കടകളിലൊന്നും കാണാനില്ല കേട്ടോ സാധനം. എന്തായാലും അടിപൊളിയായിട്ട് ഇത്. എന്തായാലും ഞങ്ങൾ എന്തായാലും ഈ സംഭവം കുരു ഒന്ന് നട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെയ്യ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ തെയ്യും കാണിച്ചു തരാം. എന്തായാലും നട്ട് നോക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരത് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ അയക്കുക. പൊട്ടയാണെങ്കിൽ അയച്ചോട്ടാ, അതൊന്നൊരു വിഷയമില്ല. അഭിപ്രായം പറയാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഇതിപ്പോൾ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിച്ച ആൾക്കാരാണെങ്കിൽ അഭിപ്രായം പറഞ്ഞോട്ടാ. ഇനിയിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ടൗൺ വരെ ഒന്ന് പോകാൻ നിൽക്കണം. അപ്പോൾ ആ ഒരു യാത്രയിലാണ്. അപ്പോൾ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുക്കേണ്ട കേസ് മറന്നിരിക്കാറുണ്ട്. ഇന്നലെ എടുക്കേണ്ടതാണ്, ഇന്നലെയാണ് പോയത്. അപ്പോൾ ഇന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി.